மேலும் நீங்கள் எல்லாவற்றிலும் எப்பொழுதும் சம்பூரணம் உடையவர்களாயும் சகலவித நற்கிரியைகளிலும் பெருகிறவர்களாய் இருக்கும்படியாக தேவன் உங்களிடத்தில் சகலவித கிருபையையும் பெருக செய்ய வல்லவராய் இருக்கிறார். 2 கொரிந்தியர் 9:8. And God is able to make all grace abound toward you, that ye always, having all sufficiency in all things, may abound to every good work. 2 Corinthians 9:8. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே God Goes His Ministry சார்பாக இணைந்து ஜெபிக்கிற ஊழியர்கள், யூடியூப் சேனல் வாயிலாக செய்தியை கேட்கிற ஊழியர்கள் மற்றும் தேவ பிள்ளைகள் யாவருக்கும் அன்பின் வாழ்த்துக்கள். தேவனாகிய கர்த்தர் இந்த மாதத்திலே நம்மை வெற்றி சிறக்க பண்ணுவார் என்பதை உறுதிப்படுத்துகிறேன். தேவனாகிய கர்த்தருடைய கிருபையினாலே கடந்த 4 மாதங்களை கடந்து வந்திருக்கிறோம். சூழ்நிலைகள் நம்மை எத்தனையோ விதங்களிலே சோர்வுக்குள்படுத்தி இருக்கலாம். ஆனாலும் அவை எல்லாவற்றையும் ஜெயிக்க தேவனாகிய கர்த்தர் கிருபை செய்திருக்கிறார். அவருடைய கிருபையும் சமாதானமும் பாதுகாப்பும் தயவும் கடந்த 4 மாதங்களில் இருந்தது போல இந்த 5வது மாதத்திலேயும் உங்களோடும் உங்கள் குடும்பங்களோடும் உங்கள் ஊழியங்களோடும் இருக்க வேண்டும் என்று ஆசீர்வதிக்கிறேன். தேவனாகிய கர்த்தர் நம்மை கொண்டு இந்த மாதத்திலே பெரிய காரியங்களை செய்வாராக. தேவனுடைய ஆசீர்வாதங்களை நாம் ஜெபித்து பெற்றுக்கொள்வோம். கர்த்தர் தாமே பெரிய காரியங்களை செய்வாராக. ஆமென். ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ എളിയദാസൻ്റെ ജിഷാജൻ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഗോഡ് ഹൂസ് ഹിസ് മിനിസ്ട്രിയുടെ ഫൗണ്ടറും ഡയറക്ടറുമായ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ തോമസ് ചെല്ലയ്യ അവർക്കും ഈ സന്ദേശം ജനഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങുവാൻ സഹായകമായ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ആലേഫ് ജോൺ റൈസ് അവർക്കും ഗോഡ് ഹൂസ് ഹിസ് മിനിസ്ട്രിയിലെ എല്ലാ കർത്താവിൻ്റെ ദാസന്മാർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഈ പ്രഭാതം ക്രിസ്തുവിൽ ധന്യമാകട്ടെ നമ്മുടെ ജീവിതം. അല്പസമയത്തെ ചിന്തയ്ക്ക് ആസ്പദമായി ഒരു വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. അവൻ അക്കരെ ഗദരേന്യരുടെ ദേശത്തെത്തിയാറെ 2 ഭൂതഗ്രസ്തർ ശവക്കല്ലറകളിൽ നിന്ന് പുറപ്പെട്ട് അവന് എതിരെ വന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു വേദഭാഗമാണ് അല്പസമയത്തെ ചിന്തയ്ക്ക് ആസ്പദമായി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട പരസ്യ ശുശ്രൂഷ വേളയിൽ നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്ത് കർത്താവ് കടന്നു വരുമ്പോഴാണ് ഗലീല കടൽക്കരയിൽ നിന്ന് തൻ്റെ ശിഷ്യന്മാരുമായി താൻ പടകിൽ യാത്ര തിരിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട തൻ്റെ പരസ്യ ശുശ്രൂഷ കാരണം വളരെയേറെ ക്ഷീണിതനായ കർത്താവ് ആ പടകിൻ്റെ അമരത്ത് തല ചായ്ച്ച് കർത്താവ് ഉറങ്ങുന്നു. കർത്താവ് ഉറങ്ങുന്ന സമയത്ത് ആ ഗലീല കടലിൽ തിരമാലയില്ലാത്ത ശാന്തമായ ആ തടാകമെന്ന് വിശേഷിപ്പിക്കുന്ന ആ കടൽ എന്ന് വിശേഷിപ്പിക്കുന്ന തിബരിയാസ് കടലെന്നും വിശേഷിപ്പിക്കുന്ന ആ ഗലീല കടലിൽ ശക്തമായ ഓളങ്ങളും തിരമാലയും കാറ്റും ഉയരുകയാണ്. ശിഷ്യന്മാർ പ്രതിസന്ധിയിലായി. നീന്തുവാൻ നന്നായി അറിയാവുന്ന ശിഷ്യന്മാരാണ്. എത്ര ആഴക്കടലിലും നന്നായി നീന്തുവാൻ ചെറുപ്രായം മുതലേ പ്രത്യേക അഭ്യാസം പ്രാപിച്ചവരായിരുന്നു
കർത്താവിൻ്റെ ശിഷ്യന്മാർ. എന്നാൽ അവർ പോലും ഭയപരവശരാകുന്ന നിലവാരത്തിൽ വളരെയേറെ ദുസ്സഹമായ ജീവിത സാഹചര്യത്തിൽ നിമിഷനേരം കൊണ്ട് എത്തപ്പെടുകയാണ്. പ്രിയരെ, പലപ്പോഴും നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ സംഭവിക്കുന്നത്. നാം ആഗ്രഹിക്കുന്നതല്ല ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നിമിഷനേരം കൊണ്ട് ഗതികൾ മാറിമറിയുന്നതും നമ്മുടെ ജീവിത സാഹചര്യം ഒരുപക്ഷെ വിപരീത ദിശയിലേക്ക് ഒരിക്കലും തുഴഞ്ഞിട്ടും മടങ്ങി വരുവാൻ കഴിയാത്ത അത്ര അകലങ്ങളിൽ പ്രതികൂലത്തിലേക്ക് നാം കടന്നുപോയിരിക്കുന്ന സാഹചര്യത്തിലായിരിക്കാം. കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് നന്നായി നീന്തുവാൻ അറിയാവുന്നവരാണ്. എന്നിട്ട് പോലും ഈ ശാന്ത സമുദ്രത്തിൽ, ഈ ശാന്ത തടാകത്തിൽ ഇത്രയേറെ പ്രതികൂലം ഉയർന്നപ്പോൾ അവർ ഭയന്നു പോവുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അതിൻ്റെ പ്രതിവിധി എന്താണെന്ന് നമുക്ക് നന്നായി അറിയാം. കർത്താവ് നമ്മോട് സംസാരിക്കുന്നു, എങ്കിലും നാം ഭയന്നു പോകുന്ന സന്ദർഭങ്ങൾ. കർത്താവിൻ്റെ ശിഷ്യന്മാർ ഭയന്ന് നിലവിളിക്കുകയാണ്. കർത്താവ് അതിൻ്റെ നടുവിൽ അവരെ സമാധാനിപ്പിക്കുന്നു. അതിനുശേഷം ആ ഗദരേന്യ ദേശത്തിലേക്ക് കർത്താവും ശിഷ്യന്മാരുമായി കടന്നുപോയി. എന്നാൽ നാം വായിക്കുമ്പോൾ ഒരാളെന്നാണ് കാണുന്നത്. എന്നാൽ ഇവിടെ മത്തായി എഴുതിയ സുവിശേഷകൻ താൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് 2 പേർ ശവക്കല്ലറകളിൽ കിടക്കുകയാണ്. ഈ 2 പേർ സാധാരണ വ്യക്തികളല്ല, എന്നാൽ സാധാരണക്കാരാണ്. സാധാരണക്കാരായ വ്യക്തികളിൽ വാസം ചെയ്തിരിക്കുന്നത് സാത്താന്യ ശക്തിയായിരുന്നു. അവരുടെ സുബോധം നഷ്ടപ്പെടുത്തി ഭ്രാന്തന്മാരെന്ന് വിശേഷിപ്പിക്കത്തക്ക നിലവാരത്തിൽ സുബോധമില്ലാത്തവരായി സാത്താൻ്റെ ശക്തിയാൽ, ഭൂതത്താൽ ബാധിക്കപ്പെട്ട് അവരെ കൊണ്ട് തന്നെ അവരെ നശിപ്പിക്കുവാൻ ശത്രു പലതവണ പദ്ധതിയിട്ടിട്ടും ശത്രുവിന് ജയം നേടുവാൻ കഴിഞ്ഞില്ല. അത്യുഗ്രന്മാർ ആയിരുന്നു അവരിൽ നിലകൊണ്ടിരുന്ന ശത്രുവിൻ്റെ ശക്തി. പലപ്പോഴും കല്ലുകൾ കൊണ്ട് ചതച്ചും അവരുടെ ചങ്ങലകളൊക്കെ അവർ ഉരുമി പൊട്ടിച്ചിട്ടും ശക്തിയേറിയ ചങ്ങലകൾ കൊണ്ട് അവരെ ബന്ധിപ്പിച്ചിട്ടും അവർ കല്ലുകൾ കൊണ്ട് അവരുടെ ശരീരത്തെ മുറിവേൽപ്പിച്ചിട്ടും മരണത്തിന് വിട്ടുകൊടുക്കുവാൻ ദൈവം അനുവദിച്ചില്ല. പ്രിയരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ശത്രു നമ്മുടെ ജീവിതത്തെയും സ്വാധീനിക്കാറുണ്ട്. നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാറുണ്ട്, ജീവിത സാഹചര്യങ്ങളെ സ്വാധീനിക്കാറുണ്ട്. പലപ്പോഴും ശത്രു നമ്മെക്കൊണ്ട് തന്നെ നമുക്ക് വിരോധമായി എഴുന്നേൽപ്പിക്കാറുണ്ട്. നമ്മെ തകർത്ത് കളയുവാൻ തക്കവണ്ണം ശത്രു എഴുന്നേൽക്കും. എന്നാൽ അതിൻ്റെ നടുവിൽ നമുക്ക് വേണ്ടി ഉത്തരമരുളുന്ന, നമുക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യുന്ന ഒരു കർത്താവ് നമ്മോടൊപ്പമുണ്ട്. ഈ പ്രഭാതത്തിൽ ആ കർത്താവിൽ നാം ആശ്രയിക്കുന്നുവെങ്കിൽ എന്തു തന്നെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉയർന്നു വന്നോട്ടെ, അതിൻ്റെ നടുവിൽ സഹായഹസ്തവുമായി ഒരു കർത്താവ് നമ്മുടെ അരികിലുണ്ട്. നാം ഇവിടെ പരിശോധിക്കുമ്പോൾ 2 വ്യക്തികൾ ശവക്കല്ലറകളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അവരുടെ വാസം ശവക്കല്ലറകളിലാണ്. ആർക്കും അടുക്കുവാൻ കഴിയാത്ത അത്രത്തോളം പിശാചിൻ്റെ കെട്ടിനാൽ ബാധിക്കപ്പെട്ട് പലരും അവരെ കണ്ട് ഭയന്നു പോവുകയാണ്. പലർക്കും അവർ ഒരു തലവേദനയാണ്. പലർക്കും ഇത് പരിഹരിക്കുവാൻ കഴിയാത്ത ബന്ധനമെന്ന് വിധി എഴുതി ബന്ധങ്ങൾ പോലും അകന്നു പോയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴാണ് മനുഷ്യൻ്റെ സ്വഭാവം നാം തിരിച്ചറിയുന്നത്. നമുക്ക് സന്തോഷമുണ്ടെങ്കിൽ, നമുക്ക് അനുഗ്രഹമുണ്ടെങ്കിൽ, നമുക്ക് ഉയർച്ചയുണ്ടെങ്കിൽ, നമുക്ക് പദവിയുണ്ടെങ്കിൽ, സമൂഹത്തിൽ മറ്റുള്ളവർ ഏറ്റുപാടുന്ന നല്ല നിലവാരത്തിൽ നാം എത്തപ്പെടുന്നുവെങ്കിൽ, പ്രിയരെ, നമ്മോടൊപ്പം സന്തോഷിക്കുവാൻ അനേകായിരങ്ങൾ ഉണ്ടാകും, അനേക വ്യക്തികൾ ഉണ്ടാകും. നാം ധനികരെങ്കിൽ നമുക്ക് കടം തരുവാൻ അനേക വ്യക്തികൾ കടന്നു വന്നേക്കാം. എന്നാൽ നമ്മുടെ ജീവിതം അതിൻ്റെ വിപരീത ദിശയിലാണ് കടന്നു പോകുന്നുവെങ്കിൽ
ആരും നമ്മോടൊപ്പം ഉണ്ടാവുകയില്ല. നമ്മൾ ദരിദ്രരായി തീരുന്നുവെങ്കിൽ നമുക്ക് കൈത്താങ്ങൽ നൽകുവാൻ ഒരു വ്യക്തി പോലും വരികയില്ല. കൂടപ്പിറപ്പുകളോ കൂട്ടു സഹോദരങ്ങളോ കൂട്ടുകാരോ പോലും നമ്മെ വിട്ട് അകന്നുപോയെന്ന് വന്നേക്കാം. എന്നാൽ പണം നോക്കാതെ, സൗന്ദര്യം നോക്കാതെ, കുടുംബ മഹിമ നോക്കാതെ, സ്വഭാവ സവിശേഷത നോക്കാതെ, സാമ്പത്തിക ഭദ്രത നോക്കാതെ, വിദ്യാ സമ്പന്നത നോക്കാതെ നമ്മോടൊപ്പം കൂടുന്ന, നമ്മോടൊപ്പം നടക്കുന്ന, നമ്മോട് കൂടെ ആയിരിക്കുന്നൊരു കർത്താവുണ്ട്. നിഴൽ പോലെ നമ്മോടൊപ്പമുള്ള കർത്താവ്, നമ്മെ തോളിലേറ്റി നടത്തുന്ന കർത്താവ്, നമ്മെ വാത്സല്യത്തോടെ കരം പിടിച്ച് നടത്തുന്ന കർത്താവ്. ഈ പ്രഭാതത്തിൽ ആ കർത്താവിൽ നമുക്ക് ആശ്രയം വയ്ക്കാം. മനുഷ്യൻ അസാധ്യമെന്ന് വിധി എഴുതുന്നിടത്ത് കർത്താവ് നമുക്ക് വേണ്ടി അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുവാൻ പോകുന്നു. മനുഷ്യൻ അസാധ്യമെന്ന് നമ്മോട് പറയും. നാം തന്നെ സാഹചര്യങ്ങളെ നോക്കി ഇനി അസാധ്യമാണ് എന്ന് നമ്മൾ വിധി എഴുതി വിലയിരുത്തുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ശ്രേഷ്ഠമായ ഒരു കരം നമുക്ക് വേണ്ടി ചലിക്കുവാൻ പോകുന്നു. ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാമോ? ദൈവത്തിൽ ആശ്രയിക്കാമോ? ഈ പ്രഭാതത്തിൽ കലങ്ങി മറിയുന്ന ജീവിത സാഹചര്യവുമായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം നോക്കുമ്പോൾ നമുക്ക് വേണ്ടി ഉത്തരമരുളുന്ന കർത്താവ്, പ്രതികൂലങ്ങളെ ശാന്തമാക്കി നമ്മെ തേടിയെത്തുന്ന കർത്താവ്. ഗദരേന്യദേശത്ത് ആരും തേടി വരാതിരുന്നവരെ തേടി നമ്മുടെ കർത്താവ് വന്നു. ഈ പ്രഭാതത്തിൽ ആരും തേടി വരാതെ നാം തേടിപ്പോയിട്ടും നമ്മിൽ നിന്ന് അകന്നകന്ന് പോകുന്ന മനുഷ്യരുടെ നടുവിൽ നമ്മെ തേടി കർത്താവ് വരുന്നു. ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഈ പ്രഭാതത്തിൽ നമ്മെ ഒന്ന് ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങളോട് കൂടെ കൂടുവാൻ, ഞങ്ങളെ സ്നേഹിക്കുവാൻ, ഞങ്ങളുടെ നല്ല സ്നേഹിതനായി അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലുള്ളതിനായി സ്തോത്രം. മനുഷ്യർ ഞങ്ങളെ വിട്ട് അകന്നു പോയപ്പോൾ അങ്ങ് ഞങ്ങളെ തേടി വന്നിരിക്കുന്ന വൻ കൃപയ്ക്കായി സ്തോത്രം. ഈ സ്നേഹത്തിൽ തന്നെ അന്ത്യത്തോളം നിൽക്കുവാൻ സഹായിക്കണം. അങ്ങിൽ നിന്നൊരിക്കലും അകലുവാൻ അങ്ങ് അനുവദിക്കരുത്. കൃപയ്ക്കുള്ളിൽ മറയ്ക്കണം. ഈ പ്രഭാതം ക്രിസ്തുവിൽ ധന്യമാക്കി തീർത്തിരിക്കിയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോട് കേട്ടുത്തരമരണം. സ്വർഗ്ഗ നല്ല കർത്താവേ, ആമേൻ. கர்த்தர் உன்னை நித்தமும் நடத்தி மாவறட்சியில் திரட்சியை தருவார். கர்த்தர் உன்னை நித்தமும் நடத்தி மாவறட்சியில் திரட்சியை தருவார். உன் ஆத்துமாவை திருப்தி செய்வார். உன் ஆத்துமாவை திருப்தி செய்வார். தொடர்ந்து துதி செய் மனமே, malicious talk from among you. நுகத்தடி விரல் நீட்டை போக்கி நீபச்சொல்லை நடு நின்று நீக்கி. நுகத்தடி விரல் நீட்டை போக்கி நீபச்சொல்லை நடு நின்று நீக்கி. கிருபை என்னும் மதிலை பணிவார். உன்னை சுற்றிலுமே உயர்த்தி பணிவார். தொடர்ந்து துதி செய் மனமே, தொடர்ந்து துதி செய் மனமே, உன் மீட்பருயிரோடு இருக்கின்றார். துதிப்போரை கைவிட மாட்டார். துதிப்போரை கைவிட மாட்டார். கர்த்தர் உன்னை நித்தமும் நடத்தி மாவா
சொல்லி நடக்காததேது, அவர் வார்த்தை தரையில் விழாது. அவர் சொல்லி நடக்காததேது, அவர் வார்த்தை தரையில் விழாது. சொன்னதிலும் அதிகம் செய்வார், உன்னை நன்றியுடன் பாடச் செய்வார். தொடர்ந்து துதி செய் மனமே, உன் மீட்பர் உயிரோடு இருக்கின்றார். தொடர்ந்து துதி செய் மனமே, உன் மீட்பர் உயிரோடு இருக்கின்றார். துதிப்போரை கைவிட மாட்டார், துதிப்போரை. We're going to keep that singing. தொடர்ந்து துதி செய் மனமே, உன் மீட்பர் உயிரோடு இருக்கின்றார். உங்கள் மீட்பர் உயிரோடு இருக்கிறார் என்கிற நம்பிக்கை உங்களுக்கு இருக்கும் வரை துதித்தலை ஒருபொழுதும் விட வேண்டாம். இப்பொழுதே உங்கள் அற்புதம் வந்து சேருகிறது. துதிப்போரை அவர் கைவிட மாட்டார், அவர் வார்த்தை தரையில் விழாது. Let's sing that one more time. தொடர்ந்து துதி செய் மனமே, உன் மீட்பர் உயிரோடு இருக்கின்றார். தொடர்ந்து துதி செய் மனமே, உன் மீட்பர் உயிரோடு இருக்கின்றார். துதிப்போரை கைவிட மாட்டார், துதிப்போரை கைவிட மாட்டார். அவரை உயர்த்துவார், துதிப்போரை, அவரை நம்புவாரை கைவிட தெரியாத தேவன். தேவ பிள்ளையே, உன் நுகத்தடியை தேவன் நீக்குகிறார், உன் விரல் நீட்டை கர்த்தர் போக்குகிறார், நிபச்சொல்லை உன் நடுவில் இருந்து நீக்குகிறார், கிருபை என்னும் மதிலை பணிவார். அவர் சொன்னதை உனக்கு செய்வார், அவர் வார்த்தை தரையில் விழாதே. மீட்பர் உயிரோடு துதிப்போரை கைவிட. Can you keep praising him? துதிப்போரை கைவிட விசுவாசி கைவிட மாட்டார். நம் குடும்பங்களை கைவிட மாட்டார், நம் சபையை கைவிட மாட்டார், உங்கள் ஊழியத்தை கைவிட மாட்டார், உங்கள் தலைமுறையை கைவிட மாட்டார், உங்கள் பிள்ளைகளை கைவிட மாட்டார்.